തൃശൂർ അതിരപ്പള്ളി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ പിടികൂടാനുള്ള സ്പെഷ്യൽ ഡ്രൈവ് അല്പസമയത്തിനകം. ദൌത്യം എത്ര ദിവസം തുടരുമെന്ന് പറയാൻ കഴിയില്ലെന്ന് സംഘത്തലവൻ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് കെ സുനിൽകുമാർ പറഞ്ഞു. സഞ്ചാരപാത തടസ്സപ്പെടുത്താതെയായിരിക്കും ആനകളെ മാറ്റുകയെന്നും കെ സുനിൽകുമാർ പ്രതികരിച്ചു. ശ്രീത്ത്, ആന കൺവട്ടത്തുണ്ടോ? ആന നിലവിൽ കൺവട്ടത്ത് ഉണ്ട്. കുറച്ച് ആനകളെ, ഏതാണ്ട് 4ഓളം വരുന്ന ആനകളെ കാട് കയറ്റി രാവിലെ തന്നെ ദൌത്യത്തിന്റെ ഒരു ആദ്യഘട്ടം അവർ ആരംഭിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ദൌത്യം ആരംഭിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ കെ സുനിൽകുമാർ ഡെപ്യൂട്ടി കൺസർവേറ്റീവ് ഫോറസ്റ്റ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ അപകടകാരികളായ 2 ആനകളാണുള്ളത്. ആ 2 ആനകളിൽ ഏതോ ഒരു ആനയാണ് ഇത്തരത്തിൽ മോഹൻ എന്ന വൈശ്ശേരി സ്വദേശിയായ 65-കാരന്റെ ജീവൻ എടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 2 ആനകളെയും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു ശ്രമകരമായ ദൗത്യമാണ്. അത് കുറച്ചുകൂടി സമയമെടുത്ത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷെ ആനകൾ ജനവാസ മേഖലയിലേക്ക് വരാതിരിക്കാനുള്ള മുഴുവൻ നടപടിക്രമങ്ങളും ഇന്ന് തന്നെ ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ കെ സുനിൽകുമാർ അല്പസമയം മുൻപ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ദൗത്യം തുടങ്ങിക്കഴിഞ്ഞു. മറ്റു നടപടിക്രമങ്ങൾ അത് വരും ദിവസങ്ങളിൽ തന്നെ പൂർണ്ണമായി പൂർത്തിയാകും. ഏതാണ്ട് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഈ അപകടകാരികളായ ആനകളെ അടക്കം കാട് കയറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ DCF പങ്കുവയ്ക്കുന്നത്. ഓക്കെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.